ഇന്ന അഅമാലകും തുഅറദു അലാ ഖാരിബികും വഅശാഇരികും മിനൽ അംവാത്. ഇതൊരു കൗതുകമുള്ള വിഷയമാണ്. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിലും കള്ളുടിക്കുകയാണെങ്കിലും ഗീബത്തും നമീമത്തും പറയുകയാണെങ്കിലും സത്യം പറയുകയാണെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിലും വേറെന്തെങ്കിലും മോശപ്പെട്ടത് കാണുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളിലേക്ക് നിങ്ങളുടെ അമലുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, സ്വാലിഹീങ്ങളാണ്. വല്യാപ്പ മരിച്ചിട്ടുണ്ട്, വല്യമ്മ മരിച്ചിട്ടുണ്ട്. പേരക്കുട്ടി ചെയ്യുന്ന കുരുത്തക്കേട് അവരുടെ ഖബറിലേക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. ഇത് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന അഅമാലകും തുഅറദു അലാ ഖാരിബികും വഅശാഇരികും മിനൽ അംവാത്. മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അതത് ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് അവരുടെ ഖബറിലേക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഫഇൻ കാന ഖൈറൻ, നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ഇസ്തബ്ശറൂ ബിഹി, അവർ കണ്ടുകൊണ്ട് സന്തോഷിക്കും. വഇൻ കാന ഗൈറ ദാലിക ഖാലൂ, നന്മയല്ല അവരെ കാണുന്നതെങ്കിൽ അല്ലാഹുമ്മ ലാ തുമിതുഹും റബ്ബേ, എൻ്റെ മക്കളെ മരിപ്പിക്കല്ലേ, ഹത്താ തഹദിയഹും, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കുന്നതുവരെ, കമാ ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതുപോലെ ഈ മക്കൾ ഇങ്ങനെ മരിച്ചു പോയാൽ നരകത്തിലേക്കാണ്, അല്ലാഹുവേ അവർക്ക് ഹിദായത്ത് തിരിച്ചു കൊടുക്കണമേ, അവരെ നന്നാക്കണമേ എന്ന് ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ അമലുകൾ മോശപ്പെട്ടതാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വല്ലാത്ത ബന്ധമുള്ള ജീവിതമാണ് ഒരു മുഅ്മിന്റെ ജീവിതം. ഇത് മരിച്ചാൽ തീരുന്നില്ല. നമ്മുടെ കൂടെയുള്ളവർ മരിച്ചാലും നമ്മുടെ ആത്മീയ ബന്ധം അവസാനിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ അറിയിച്ചും കൊടുത്തും അറിഞ്ഞും പ്രതികരിച്ചും കൊണ്ടിരിക്കുന്ന ലോകമാണ്. മരിച്ചാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് പറയണ്ടെന്ന് പറയാൻ കാരണം അതാ, ഇങ്ങനെയൊക്കെ സംഗതികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുഴിച്ചിട്ട് പോന്നു, തീർന്നു, ശരീരം തീർന്നു പോയി, അങ്ങനെയൊന്നുമല്ല. മുഅ്മിനീങ്ങളുടെ ലോകം ഒരു വ്യത്യാസമുള്ള ലോകമാണ്.